2025 ഒക്ടോബർ 6-നാണ് കേരള സർക്കാർ മലയാള ഭാഷാ ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. 3 ദിവസത്തിനുള്ളിൽ ബിൽ സഭ പാസ്സാക്കുകയും ചെയ്തു. ഇനി ഗവർണറുടെ അംഗീകാരം കൂടിയാണ് ആവശ്യം. എന്നാൽ അതിനിടെ ഒരു എതിർപ്പ് ഉയർന്നിരിക്കുകയാണ്. കർണാടക സർക്കാരാണ് ബില്ലിലെ ചില വ്യവസ്ഥകളിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. സ്കൂൾ തലം മുതൽ ഭരണഭാഷ മലയാളത്തിലാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന മലയാള ഭാഷാ ബില്ലിനെതിരെ എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കർണാടക സർക്കാർ. ഭരണഘടനാ വിരുദ്ധം എന്നാണ് കർണാടക സർക്കാർ ബില്ലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ കന്നഡ ഭാഷ സംസാരിക്കുന്ന ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് എതിരാണ് ഈ ബില്ല് എന്നാണ് അവർ വാദിക്കുന്നത്. കേരള നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ മലയാള ഭാഷാ ബിൽ 2025 പ്രകാരം സർക്കാർ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ രംഗം, നീതിന്യായ സംവിധാനങ്ങൾ, പൊതു ആശയവിനിമയം, വാണിജ്യം, ഡിജിറ്റൽ മേഖല എന്നിവയിലുടനീളം മലയാള ഭാഷ നിർബന്ധമാക്കും. എല്ലാ വിധിന്യായങ്ങളും കോടതി നടപടികളും ഘട്ടം ഘട്ടമായി വിവർത്തനം ചെയ്യുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. ഒപ്പം കേരളത്തിലെ എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും 10ാം ക്ലാസ് വരെ മലയാളം നിർബന്ധിത 1ാം ഭാഷയായി മാറുകയും ചെയ്യും. ഈ നിർദ്ദേശമാണ് കർണാടകയുടെ എതിർപ്പിന് പ്രധാന കാരണം. കർണാടക അതിർത്തി പ്രദേശ വികസന അതോറിറ്റിയുടെ ഒരു പ്രതിനിധി സംഘം കേരള ഗവർണറെ സമീപിച്ചിട്ടുണ്ട്. കാസർഗോഡ് ഉൾപ്പെടെ കേരളത്തിലെ കന്നഡ സംസാരിക്കുന്ന പ്രദേശങ്ങളിലുള്ള ഭാഷാ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾ നിലവിൽ സ്കൂളുകളിൽ കന്നഡ 1ാം ഭാഷയായി പഠിക്കുന്നുണ്ടെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് തടസ്സപ്പെടാൻ പുതിയ ബില്ലിലെ വ്യവസ്ഥ കാരണമാകുമെന്നും അവർ വാദിക്കുന്നു. ബിൽ നടപ്പിലാക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും കന്നഡ ഭാഷയെ പ്രതികൂലമായി ബാധിക്കുമെന്നുമാണ് കർണാടക സർക്കാർ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. അതേസമയം തമിഴ്, കന്നഡ, തുളു, കൊങ്കണി എന്നീ ഭാഷകളെ മാതൃഭാഷയായി കണക്കാക്കുന്ന പൗരന്മാർ ഉൾപ്പെടെയുള്ള ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത് എന്നാണ് പി. രാജീവ് നിയമസഭയിൽ പറഞ്ഞത്. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക വ്യവസ്ഥകളും ബില്ലിൽ ഉൾപ്പെടുന്നുണ്ടെന്നും രാജീവ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കർണാടകത്തിന്റെ എതിർപ്പ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കേരള സർക്കാരിന്റെ അഭിപ്രായം. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനാണ് ബിൽ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കുന്നത്. എന്നാൽ നിലവിലെ രൂപത്തിലുള്ള ബിൽ പിൻവലിച്ചില്ലെങ്കിൽ ലഭ്യമായ എല്ലാ ഭരണഘടനാ അവകാശങ്ങളും വിനിയോഗിച്ച് ബില്ലിനെ എതിർക്കുമെന്ന നിലപാടിലാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ഈ വിഷയത്തിൽ രാഷ്ട്രപതിയെ കാണാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. കാസർഗോഡ് കന്നഡ സംസാരിക്കുന്ന പ്രദേശങ്ങളെ ബില്ലിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. 2025 കേരള സർക്കാർ മലയാള ഭാഷ വ്യാപനവും സമ്പുഷ്ടീകരണവും ബിൽ അവതരിപ്പിക്കുന്നത്. മലയാളം ഔദ്യോഗിക ഭാഷയായി സ്വീകരിക്കാനും എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാനും ഉദ്ദേശിച്ചുള്ളതായിരുന്നു ഇത്. അത് കേരള നിയമസഭ പാസ്സാക്കിയെങ്കിലും ബില്ലിനുള്ള അനുമതി രാഷ്ട്രപതി നിഷേധിക്കുകയായിരുന്നു. 1963 ഔദ്യോഗിക ഭാഷാ നിയമത്തിന് വിരുദ്ധമായ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെട്ടിരുന്നു എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വ്യവസ്ഥകൾ ദേശീയ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിക്ക് അനുസൃതമായ 3 ഭാഷാ ഫോർമുല, 2009 സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികളുടെ അവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചും കേന്ദ്ര സർക്കാർ അന്ന് എതിർപ്പുകൾ ഉന്നയിച്ചിരുന്നു. അത്തരം പോരായ്മകൾ നീക്കം ചെയ്ത ശേഷമാണ് നിലവിൽ പുതിയ ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത്.